മലപ്പുറത്ത് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് ഈ മനോഹരമായ തട്ടിപ്പ് നടത്തിയത്. കർണാടക ആസ്ഥാനമായുള്ള ഇന്നോവേറ്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് അരങ്ങേറിയത്. പ്രവാസികളും സ്ത്രീകളുമാണ് കൂടുതലും തട്ടിപ്പിന് ഇരയായതെന്ന് പറയുന്നു. കമ്പനിയിലേക്ക് നിക്ഷേപം സ്വീകരിച്ച ഇടനിലക്കാരെ പ്രതിയാക്കി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. നിലവിലെ സ്ഥിതി, ഞാൻ 4 ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത്. എന്നോട് 100% ഉറപ്പ് പറഞ്ഞു. പിന്നെ എൻ്റെ മോളെ കെട്ടിക്കള കാശാണ്. ഒരു വർഷം കഴിഞ്ഞാൽ തിരിച്ചെടുക്കാമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള പരാതിയൊക്കെ ഓൾക്ക് കൊടുത്ത്, അങ്ങനെ ആ കാശ് ഒരു വർഷമായിട്ട് നമുക്ക് കിട്ടാതായി. അപ്പോൾ പിന്നെ നമ്മൾ കാശിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ശരിയാവും, 3 മാസം കഴിഞ്ഞാൽ ശരിയാവും, അങ്ങനെ ഒരു വർഷത്തിലേറെ ആ കാലാവധി തീർന്നു പോയി. അപ്പോൾ നമ്മളോട് 100% ഉറപ്പ് പറഞ്ഞിട്ടാണ് ഈ കാശ്, നമ്മളെ നാട്ടുകാരനാണ്, നമ്മളൊരു സുഹൃത്തും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയി, സ്വാഭാവികമായിട്ട് ഞങ്ങൾ 10 ലക്ഷമാണ് എൻ്റെ ഭർത്താവ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങളെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് സർഫലി എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അവർക്കാണ് ഇതിൻ്റെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ കയ്യിൽ നിന്ന് വീട്ടിൽ വന്നിട്ടാണ് പൈസ മേടിച്ചു കൊണ്ടുപോയത്. പിന്നെ ഒരു 1.25 വർഷമൊക്കെ ആയി. ഇപ്പോൾ അതിൻ്റെ മാസത്തിലുള്ള പൈസ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങൾ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്, മോള് ഒരു 5 വർഷം കോഴ്സിന് പഠിക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഒരു ഗൾഫിലായിരുന്നു. അപ്പോൾ ആ പൈസ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സ്വരൂപിച്ച് വെച്ച പൈസയായിരുന്നു. വേറെ ഒരു സമ്പാദ്യം ഞങ്ങളുടെ കയ്യിലില്ല. പൈസൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ ഓരോ അസഭ്യങ്ങളൊക്കെ പറയാം, തോന്നിയിട്ടൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളെ പൈസ കിട്ടണം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഈ ഗൾഫുകാരൊക്കെ കൂടി തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ പോയി പെട്ടത്. അങ്ങനെ ഈ സർഫലി എൻ്റെ വാപ്പിയും എന്നോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൽ പോയി പെട്ടത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ നിക്ഷേപിച്ച് ഞാൻ 8 ലക്ഷം, എൻ്റെ മകൾ 5 ലക്ഷം ഉണ്ട്. അങ്ങനെ എനിക്ക് 16 മാസം വരുമാനം കിട്ടി. പിന്നെ ഒരു 11,000 വെച്ച്. നിങ്ങളിപ്പോൾ കേസിന് പോയതിനെ കൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ നോക്കിക്കോളി, നിങ്ങളെ വയ്യ എന്താ വെച്ചാൽ നോക്കിക്കോളി, ഞങ്ങളായിട്ട് നിങ്ങൾ ബന്ധപ്പെടേണ്ടാറിന് പോലെ ആ ഗ്രൂപ്പൊക്കെ ഒരു ക്യാൻസലാക്കി. ഈ കോടികളുടെ തട്ടിപ്പിൻ്റെ വിവരങ്ങളുമായി സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ മലയാളികൾ എന്ത് ചെയ്യാനാ, തട്ടിക്കണമെന്ന് പറഞ്ഞ് റോഡിൽ ഇറങ്ങി നിൽക്കുക, എങ്ങനെയെങ്കിലും തട്ടിച്ചു തരണം. കാര്യം എത്ര തട്ടിപ്പിൻ്റെ കഥയാണ് ഒരു ദിവസം വരുന്നത്. ഈ ലേറ്റസ്റ്റ് തട്ടിപ്പിൻ്റെ വിവരങ്ങൾ എന്താ? എസ്.കെ.ന് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്നോവേറ്റബിൾ മാർക്കറ്റിംഗ് എന്നുള്ള കമ്പനിയുടെ പേരിലാണ് ഈ മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ കമ്പനിയുടെ കീഴിലുള്ള AD സൂപ്പർ മാർക്കറ്റ്, അതോടൊപ്പം തന്നെ മറ്റുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്കുമാണ് മലപ്പുറം ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും ഈ നിക്ഷേപങ്ങൾ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളും ഇടനിലക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ 1 ലക്ഷം രൂപ നൽകി കഴിഞ്ഞാൽ 2,500 രൂപ എന്ന നിരക്കിൽ 30,000 രൂപ ഒരു മാസം ലാഭവിഹിതം നൽകാമെന്നുള്ളതായിരുന്നു കമ്പനിയുടെ വാഗ്ദാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധിയായിട്ടുള്ള സാധാരണക്കാരും മക്കളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തു വെച്ച പൈസയും ഈ പ്രവാസികളായിട്ടുള്ള ആളുകളും അങ്ങനെ തുടങ്ങി 1 ലക്ഷം മുതൽ 13 ലക്ഷം രൂപ വരെ ഓരോ ആളുകളും ഈ കമ്പനി നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ 2022 ഇതിൽ നിക്ഷേപം നൽകുന്നത്. പിന്നീട് 1 വർഷം 1.5 വർഷത്തോളം ഒക്കെ തന്നെ പലർക്കും ലാഭം ലഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ പിന്നീട് ഒരു ലാഭം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ നിക്ഷേപകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് ഈ അടുത്ത കാലത്ത് ഈ സൂപ്പർ മാർക്കറ്റുകളെല്ലാം തന്നെ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് 100 കണക്കിന് വരുന്ന ആളുകൾ ഈ കമ്പനി അധികൃതരുമായി തങ്ങളുടെ പണവും ലാഭവും എല്ലാം തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ പിന്നീട് നാളെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ നിക്ഷേപകർ കൂടുതലായിട്ടും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുള്ളത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ, തിരൂർ, താന്നൂർ, വളാഞ്ചേരി, എടയൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലെ 100 കണക്കിന് ആളുകൾക്കാണ് ഇത്രയും വലിയൊരു തുക നഷ്ടമായത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള കാര്യം. 100 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് മലപ്പുറം ജില്ലയിൽ മാത്രം ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടവർ നടത്തി എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് എടയൂരിലെ ചില ആളുകൾ വളാഞ്ചേരി പോലീസിനെ സമീപിച്ച് പരാതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസ് കേസ് എടുത്തു, അന്വേഷണവും ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ച എടയൂർ സ്വദേശികളായ ഈ ഷറഫലി, ഒപ്പം തന്നെ നൌഷാദ് ബാബു, അതോടൊപ്പം തന്നെ കമ്പനിയെയും പ്രതി ചേർത്തുകൊണ്ട് വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ പറയുന്നത് തങ്ങൾക്ക് ലാഭവിഹിതം ഒന്നും തന്നെ ഇനി വേണ്ട, തങ്ങൾക്ക് നിക്ഷേപിച്ച പണം ആ മുതൽ മുടക്ക് മാത്രം തിരികെ ലഭിച്ച് തങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നുള്ളതാണ് ഈ സാധാരണക്കാരായ ഈ പാവപ്പെട്ട ഇരയാക്കപ്പെട്ട ആളുകളുടെ ആവശ്യം എന്നുള്ളതാണ്. എസ്.കെ.എൻ. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്.